നമസ്കാരം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം ഇന്ന് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. മിക്ക സ്കൂളുകളും പ്രവേശനോത്സവത്തോടെയാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. കോതമംഗലം ടൗൺ യു പി സ്കൂളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം നടത്തി. ആ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും. തലപ്പാവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് നവാഗതരെ സ്കൂൾ അധികൃതർ വരവേറ്റത്. ഇവർക്കായി സ്കൂളിൽ കലാവിരുന്നും ഒരുക്കിയിരുന്നു. രാവിലെ 9 മണിയോടെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ എത്തിത്തുടങ്ങി. രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ നവാഗതരെ ഹെഡ് മിസ്റ്റർ ഉഷ CMഉം അധ്യാപകരും സ്കൂൾ ജീവനക്കാരും അധ്യാപക രക്ഷകർത്താ സംഘടനാ പ്രതിനിധികളും ചേർന്ന് ക്ലാസ്സുകളിലേക്ക് ആനയിച്ചു. മുതിർന്ന കുട്ടികൾ സ്കൂൾ കവാടത്തിൽ 9 മണിയോടെ തന്നെ കുഞ്ഞൻ ചെണ്ടകളിൽ താളം പിടിച്ച് നിലയുറപ്പിച്ചിരുന്നു. അറിയാവുന്ന താളത്തിലെല്ലാം ഇവർ കൊട്ടിക്കയറി. താമസിയാതെ കോതമംഗലം കലാകൂട്ടായ്മ പ്രവർത്തകർ സ്ഥലത്തെത്തി. ഇവർ ചെണ്ടയുമായി കുട്ടികൾക്കൊപ്പം ചേർന്നതോടെ പരിസരം ഉണർന്നു. ചെണ്ടയുടെ ശബ്ദം കേട്ടതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്ന് വേണ്ട പരിസരത്തുണ്ടായിരുന്നവരെല്ലാം സ്കൂൾ കവാടത്തിൻ്റെ അടുത്തേക്കെത്തി. നവാഗതരെ വരവേൽക്കാൻ പ്രത്യേക സമ്മേളനവും കോതമംഗലം കലാകൂട്ടായ്മയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പാട്ടും കവിതയും മാജിക്കും ലഘുനാടകവും മറ്റും കോർത്തിണക്കിയുള്ള കലാവിരുന്ന് പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ്, അധ്യാപകർ, PTA കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സമ്മേളനം മുനിസിപ്പൽ കൗൺസിലർ KA നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റേഴ്സ്, അധ്യാപകർ, PTA പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഞാൻ കോതമംഗലം ഗവൺമെൻറ് UP സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സാണ്. ഇവിടെ 150ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 50ഓളം കുട്ടികൾ ന്യൂ അഡ്മിഷനാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്നതിൽ ഒരു 95% പാവപ്പെട്ട വീട്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പിന്നെ സ്കൂൾ തുറക്കുന്ന പഠനോത്സവത്തിന് മുന്നോടിയായിട്ട് വിവിധ സംഘടനകൾ, CITU, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിവിധ വ്യക്തികളൊക്കെ പഠനോപകരണങ്ങൾ തന്ന് സഹായിച്ചു. ശുചീകരണത്തിന് CITUവിൻ്റെ നേതൃത്വത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റി തൊഴിലുറപ്പ് പദ്ധതിയിലും പെടുത്തി സ്കൂൾ ക്ലീനിങ് നടന്നു. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ സ്കൂളിന് ടൗണിനുള്ളിലാണെങ്കിലും യാതൊരു ബഹളവും ഇല്ലാതെ കുട്ടികൾ സുരക്ഷിതരായാണ് ഇവിടെ പഠിക്കുന്നത്.